നിങ്ങളുടെ ഒരാൾ ഈ അടുത്ത് അയച്ചു തന്ന ഒരു വാട്സപ്പ് മെസ്സേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രത്യേക സെക്ടറിലോ ഉള്ള ഫണ്ടുകളിലോ സ്റ്റോക്കുകളിലോ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ പെട്ടുപോകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഈ അടുത്ത് നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ അടുത്ത് മലയാളത്തിൽ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന ചാനൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ ആ മ്യൂച്വൽ ഫണ്ടുകൾ താഴോട്ട് പോകാനായിട്ട് തുടങ്ങി. അയാളാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് ഒരു 6 മാസം കൊണ്ട് അത്യാവശ്യം നല്ല ലാഭം കിട്ടുമെന്ന് ഉള്ള ഒരു വ്യാജ പ്രതീക്ഷയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നാണ് എന്നോട് ചോദിച്ചത്. ഒന്നും ചെയ്യാനില്ല. ആള് ചെയ്തിട്ടുള്ളത് 2-3 തെറ്റുകളാണ്. ഒന്ന്, യൂട്യൂബിൽ വന്ന് ഇരുന്ന് വീഡിയോകളിലൂടെ നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ ഒക്കെ പ്രേരിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുകയല്ല. അതിപ്പോൾ ഞാൻ പറയുന്നതായാലും കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുകയല്ല വേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് യോജിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അത്, അല്ലെങ്കിൽ യോജിക്കുന്ന പ്ലാനുകളാണോ അത്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള പ്ലാനാണോ അത്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണ്ട നിക്ഷേപിക്കാൻ. അപ്പോൾ നിങ്ങൾ ചുമ്മാ ഒരാളവിടെ വന്നിരുന്ന് യൂട്യൂബിൽ എന്തോ പറയുന്നത് കേട്ട് നിക്ഷേപിക്കാൻ പോയി എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ് എന്താണ്? നിങ്ങൾ ഒരു സെക്ടറൽ ഫണ്ടിൽ നിക്ഷേപിച്ചു എന്നുള്ളതാണ്. അതെന്താ സെക്ടറൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ ചാനല് സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന ചാനലായിരുന്നു. പക്ഷേ ഈ അടുത്ത് അവർ മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോസും ചെയ്യാനായിട്ട് തുടങ്ങി. ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോസ് ചെയ്തത് ഈ ടെക്നോളജി മ്യൂച്വൽ ഫണ്ടുകളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നതാണോ എന്നും എനിക്കറിയില്ല. എങ്കിലും ഈ സെക്ടറൽ മ്യൂച്വൽ ഫണ്ടുകളുടെ റിസ്കുകൾ കൃത്യമായിട്ട് പ്രതിപാദിക്കാതെയാണ് അത്തരം വീഡിയോകൾ ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആളുകൾ ഇത്രയും വലിയൊരു പൈസയൊക്കെ കൊണ്ട് അതിലേക്ക് ഇടുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പോൾ അങ്ങനെ സെക്ടറൽ ഫണ്ടുകളുടെ റിസ്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നിക്ഷേപിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്ത രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ് എന്താണെന്ന് വെച്ചാൽ മൊത്തം പൈസയും കൊണ്ട് അതിലിട്ടു എന്നുള്ളതാണ് മൂന്നാമത്തെ തെറ്റ്. ആളുടെ കയ്യിലുണ്ടായ സമ്പാദ്യത്തിൻ്റെ മേജർ പങ്കും ഈ ഒരു സെക്ടറൽ ഫണ്ടിൽ കൊണ്ടിട്ടു എന്നുള്ളത് വളരെ ശോചനീയമായിട്ടുള്ളൊരവസ്ഥയാണ്. വളരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം എന്താ, ഈ സെക്ടറൽ ഫണ്ടിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സെക്ടർ ഇപ്പോൾ ഈ ഒരു ടെക്നോളജിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്ലൈറ്റ് ഡൗൺ ടേൺ അവരുടെ സ്റ്റോക്കുകളെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മ്യൂച്വൽ ഫണ്ടുകൾ ഈ വീഡിയോ ഉണ്ടാക്കിയ നാളിൽ നിന്ന് ഏകദേശം 10-15% താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ യൂട്യൂബിൽ വന്നിരുന്ന് പറയുന്ന ഞാനടക്കമുള്ള ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. 2, സെക്ടറൽ ഫണ്ടുകളുടെ റിസ്ക് വളരെ വലുതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സെക്ടറൽ ഫണ്ടുകളുടെ റിസ്ക് വളരെ വലുതാണ് എന്ന് പറയാൻ കാരണം വെച്ചാൽ, മ്യൂച്വൽ ഫണ്ടിന് എല്ലാത്തിനും റിസ്ക് ഉണ്ട്. പക്ഷേ പല മ്യൂച്വൽ ഫണ്ടുകളും പലതരത്തിലുള്ള സെക്ടറിലുള്ള സ്റ്റോക്കുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിലേക്കാൾ സെക്ടറൽ ഫണ്ടുകൾ വളരെ ഡേഞ്ചറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സെക്ടറൽ ഫണ്ടുകളിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാര്യത്തിൽ IT ഉണ്ടായിട്ടുള്ള ഈ ഒരു താഴ്ച ഈ മ്യൂച്വൽ ഫണ്ടുകളെ ബാധിച്ച ഇത് വളരെ വലുതായിട്ടായിരിക്കും. അതേസമയം തന്നെ നിങ്ങളൊരു ഫ്ലെക്സി ക്യാപ് ഫണ്ടോ അല്ലെങ്കിൽ ഒരു മൾട്ടി ക്യാപ് ഫണ്ടോ ഒക്കെ നിങ്ങൾ എടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പലതരത്തിലുള്ള കമ്പനികളുണ്ട്. ഈ IT കമ്പനികൾ മാത്രമല്ല. അപ്പോൾ IT മാത്രം പ്രശ്നമുണ്ടായാലും നമ്മളുടെ ബാക്കിയുള്ള കമ്പനികളിൽ നിന്നുണ്ടാകുന്ന നേട്ടം നിങ്ങൾക്ക് ഗുണം തരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് IT സെക്ടറിലുള്ള ആ ഫണ്ട് വീണതിനേക്കാൾ താരതമ്യേന കുറവായിട്ടായിരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടോ അല്ലെങ്കിൽ ഒരു മൾട്ടി ക്യാപ് ഫണ്ടോ ഒക്കെ വീണിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ റിസ്ക് മനസ്സിലാക്കി മാത്രം നിക്ഷേപിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടതും, നിങ്ങളുടെ മൊത്തം പൈസയും കൊണ്ട് ആര് പറഞ്ഞിട്ടായാലും ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ഇടാനായിട്ട് പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 തെറ്റുകൾ വരുത്തുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആസ്ക് റുപ്പിമംഗ് സർവീസിലെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.